ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നും 1 തവി ചോറും ഇട്ടിട്ട് നമ്മൾ ദോശയ്ക്ക് വേണ്ടി അരച്ചു വെച്ച മാവാണ് ഇട്ടത്. കുറച്ച് കൂട്ടുകാരൊക്കെ ചേച്ചി ദോശ ഉണ്ടാക്കുന്ന ബാറ്റർ എങ്ങനെയാണ്, ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. രാത്രി കിടക്കാൻ നേരത്താണ് എനിക്കിത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്തു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇതേ മാവിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നാളെയാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ തന്നെ പച്ചരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വൈകുന്നേരം കുറച്ച് ചോറും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ രാവിലെ ഉപ്പ് ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അമ്മ നല്ല രീതിയിൽ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ വെറും ഒരു കാഴ്ചക്കാരിയെ പോലെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചട്ടക്ക് എന്താ ചേച്ചി ഇങ്ങനെയെന്ന് ആരും കമന്റ് ചെയ്യേണ്ടത്, നമ്മുടെ കുഞ്ഞു അടിച്ച് പൊട്ടിച്ചതാണ് ഗൈസ്. പിന്നെ ദേ അങ്ങനെ ദോശ ഓരോന്ന് വീതം അങ്ങോട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ദോശ എന്തിനു അടച്ചു വെച്ച് വേവിക്കുന്നതെന്ന് ഒരു കമന്റ് കണ്ടിരുന്നു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ദോശ അടച്ചു വെച്ചാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആവുന്നതാണ് അമ്മ പറയുന്നത്. നമ്മുടെ ദോശ നല്ല സോഫ്റ്റ് ആണ്, നല്ല പൂ പോലെയുള്ള ദോശ എന്ന് പറയില്ലേ. അങ്ങനെ ചെറുപയർ കറി ആയിരുന്നു ദോശയ്ക്ക്. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. അങ്ങനെ ദോശയും ചെറുപയർ കറിയും മീൻകറിയും കൂട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചു. ഇന്നത്തെ വീഡിയോ